നമസ്കാരം. ഖരമാലിന്യ സംസ്കരണം അഥവാ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്കിന്ന് ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ സിറ്റി അഥവാ ഗ്രീൻ സിറ്റി നമുക്കിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമായി മാറുകയാണ്. ഹരിത കേരളത്തിൻ്റെ തനിമ നിലനിർത്താൻ ഞങ്ങളിത് അവതരിപ്പിക്കുന്നു കനേഡിയൻ ടെക്നോളജി. ദിവസത്തിൽ 2 നേരം കുളിച്ച് വസ്ത്രം മാറുന്ന കേരളീയരായ നമുക്ക് നമ്മുടെ കേരളാംബയെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി നിലനിർത്തുന്നതിനും പൈതൃകമായി നമുക്ക് കൈമാറി ലഭിച്ച പ്രകൃതിയുടെ ഈ പുണ്യസമ്പത്ത് നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മളാൽ കഴിയുന്ന വിധം വൃത്തിയായും കൃത്യമായും കൈമാറുന്നതിനും നമുക്കൊന്ന് ശ്രമിക്കാം. കോഴിക്കോട്ടെ ഞെളിയൻപറമ്പിലും തിരുവനന്തപുരത്തെ വിളപ്പിൽശാലയിലും വരും തലമുറയ്ക്കും നമുക്ക് തന്നെയും വിനാശകാരികളായ രോഗാണുക്കൾക്ക് വളരുവാനുള്ള കലവറകൾ തയ്യാറാക്കി വയ്ക്കുന്ന വൻ പദ്ധതികൾക്ക് വേണ്ടി നാം ചെലവിട്ടിട്ടുള്ള കോടികൾ ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഒരു ബാധ്യതയായി നാം ഇന്നും തോളിലേറ്റി നടക്കുകയാണ്. അടിമുടി ബാധിച്ച നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ സമൂഹത്തിൻ്റെ ചോരയും നീരും സത്തയും ഉൾക്കൊണ്ട് വിജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ സൈബീരിയൻ പക്ഷികളെപ്പോലെ അന്യനാടുകളിലേക്ക് ചേക്കേറുന്നു. എന്നാൽ അമ്മയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായി നിലനിർത്താൻ അമ്മയുടെ പെരുമാറിൽ നിന്നുള്ള ദാഹജലം ആവോളം പാനം ചെയ്തുകൊണ്ട് ആർത്തുല്ലസിക്കുന്ന നാം ചെയ്യുന്നതോ ആ മുഖം വികൃതമാക്കലല്ലേ. ഇക്കഴിഞ്ഞ 3 വർഷക്കാലം വ്യാപാരി വ്യവസായ ഏകോപനസമിതിയിൽ നിന്നും മാലിന്യ പ്രശ്നം സ്ഥിരമായി ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായി ഞങ്ങൾ കണ്ടെത്തിയ ബോംബെ നഗരത്തിൽ കഴിഞ്ഞ 1 വർഷക്കാലം പരീക്ഷിച്ച് വൻ വിജയമായ കനേഡിയൻ ടെക്നോളജി ഞങ്ങളിവിടെ ഓരോ പൗരൻ്റെയും അറിവിലേക്ക് അവതരിപ്പിക്കുകയാണ്. And we tell them to water because the earthworms are there. We have to keep watering it, otherwise they die. They will die. Yeah. Chandalena. From DK Sandu Road, ALM in Mumbai. Okay. Mr. Pai came and informed us about BTM, which was going to speed up the process of decomposition of water. ഇക്കഴിഞ്ഞ കുറേ മാസക്കാലമായി സംഘടനയിൽ നിന്നുള്ള സഹകരണം ലഭിക്കുകയും എന്നാൽ ആരിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായം ഇല്ലാതെയും അസാധ്യമായ ഒന്നിനെ അല്ലെങ്കിൽ അങ്ങനെ കുറേ പേരെങ്കിലും വിളിക്കുകയും കേൾക്കുമ്പോൾ തന്നെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ നീറുന്ന പ്രശ്നത്തെ ഇച്ഛാശക്തി കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും വിജയത്തിലേക്ക് എത്തിക്കാമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കൊച്ചിയുടെ ആരാധനായ മേയർ ശ്രീ ദിനേശ് മണി സാറിൻ്റെ കണക്കുകൾ അനുസരിച്ച് കൊച്ചിയിൽ നിന്നും ദിനം പ്രതി ജനറേറ്റ് ചെയ്യപ്പെടുന്ന മാലിന്യം 300 ടണ്ണാണ്. കൊച്ചി നഗരാതിർത്തിയിലാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ കൊച്ചി നഗരാതിർത്തിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശരാശരി ഒരു 300-350 ടൺ വേസ്റ്റ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ലാൻഡ് ഫില്ലിങ്ങിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാൻഡ് ഫില്ലിങ് ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റോറിയലുണ്ട് കോഴിക്കോടിലെ വേസ്റ്റിനെ സംബന്ധിച്ച്. കോഴിക്കോട് പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് വേസ്റ്റ് സ്റ്റോക്ക് ചെയ്തിട്ട് വരുന്ന മാലിന്യ പ്രശ്നം ഗുരുതരമാണ് കോഴിക്കോട്. മറ്റെല്ലാം ഇപ്പോൾ തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിൽ പ്ലാന്റ് ഉണ്ടെങ്കിലും അവിടെയും ഈ മാലിന്യ സംസ്കരണം പ്രശ്നമാണ്. ഇപ്പോൾ കൊച്ചിയിൽ പ്ലാന്റ് ഇല്ലെങ്കിൽ പോലും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഏറെക്കുറെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ തൃപ്തികരമായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു പോംവഴി എന്ന നിലയ്ക്ക് നമ്മൾ പൂർണ്ണമായെന്ന് പറയുന്നില്ല. അപ്പം അതുകൊണ്ട് കൂടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡ്, അതായത് ഈ വേസ്റ്റ് അതായത് കളക്ട് ചെയ്തിട്ട് അതാത് പ്രദേശത്ത് തന്നെ ഈ ഡീസെൻട്രലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയുള്ളൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വെജിറ്റബിൾ വേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്പ്രദായം കൊച്ചി നഗരസഭയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കമ്പനിയുടെ പേര് ഹൈടെക് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യ. ഹൈടെക് ബയോ ഫെർട്ടിലൈസേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനമാണ് ഈ ഒരു വളരെ ദൃശ്യമാക്കി തന്നെ ഈ പ്രശ്നം ഇവിടെ
ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഈ മാർക്കറ്റുള്ള എല്ലാവർക്കും ബോധ്യമായൊരു കാര്യമാണ്. എല്ലാവരുടെയും സഹകരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ശരാശരി പൗരൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് കുറഞ്ഞത് 210 ഗ്രാമും കൂടിയത് 500 ഗ്രാമും എന്നുമാണ് വിദഗ്ധ സമിതിയുടെ പഠനം. ഇതിൽ പേപ്പർ 6.43%, റബ്ബർ, ലെതർ ആൻഡ് സിന്തറ്റിക് വേസ്റ്റ് 0.28%, ഗ്ലാസ് 0.94%, മെറ്റൽ 0.80%. ടോട്ടൽ കമ്പോസ്റ്റബിൾ മാറ്റർ 30.84% ഇനേർട്ട് മാറ്റർ 53.90 ആണ്. ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒന്നിച്ചു ചേർത്ത് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി റോഡിലേക്ക് വലിച്ചെറിയുകയോ കളക്ടിംഗ് ഏജൻറ്റിനെ ഏൽപ്പിക്കുകയോ ആണല്ലോ. വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ടിന് നമ്മുടെ കൊച്ചി നഗരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വേസ്റ്റുമായി ഒന്ന് താരതമ്യ പഠനം നടത്തിയാൽ 30.84% എന്നുള്ളത് 40% കമ്പോസ്റ്റബിൾ വേസ്റ്റ് ഉണ്ടായാൽ തന്നെ ചീഞ്ഞഴുകിയ മാരകമായ രോഗാണുക്കൾ വഹിക്കാൻ കഴിയുന്ന ഈ 40%-ന് 15 ദിവസം കൊണ്ട് നമുക്ക് ഉപകാരിയായ കമ്പോസ്റ്റാക്കി മാറ്റാമെന്ന് കനേഡിയൻ ടെക്നോളജി തെളിയിക്കുന്നു. 300 ടൺ വേസ്റ്റിൻ്റെയും 40% എന്ന് കണക്കാക്കിയാൽ കൊച്ചിയിലെ കമ്പോസ്റ്റബിൾ വേസ്റ്റ് ദിവസം 120 ടൺ എന്ന് കാണാം. ഇതിൽ 50%-ഓളം എന്ന് വച്ചാൽ 60 ടൺ ജനറേറ്റ് ചെയ്യുന്നത് വീടുകളിലും ബാക്കി പബ്ലിക് പ്ലേസുകളായ മാർക്കറ്റ് പോലെ ഉള്ള പൊതുസ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോർപ്പറേഷൻ ഇപ്പോൾ തന്നെ ഏതാണ്ട് 15 കോടിയോളം രൂപ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ ചെലവിടുന്നുണ്ട്. എന്നാൽ ഈ തുക ശാസ്ത്രീയമായി ചെലവഴിച്ചാൽ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇവയുടെ സെപ്പറേഷൻ സാധ്യമാകും. ഖരമാലിന്യ സംസ്കരണം വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ചപ്പുചവറുകൾ ശേഖരിക്കുകയും ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ വളരെ പ്രയാസകരമായ ഒരു ജോലിയായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണമില്ലാതെ കോർപ്പറേഷന് മാത്രമായി ഇത് ചെയ്യാൻ കഴിയില്ല. പൂർണ്ണമായും ജനങ്ങളുടെ സഹകരണം ഈ കാര്യത്തിൽ ആവശ്യമാണ്. ചപ്പുചവറുകൾ ഉണ്ടാകുന്നത് വീടുകളിലും ഹോട്ടലുകളിലും കടകളിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലുമാണ്. അതുണ്ടാക്കുന്നത് ഈ ആളുകൾ തന്നെയാണ്. അത് സംസ്കരിക്കുന്നതിന് അവരുടെ എല്ലാവിധ സഹായവും പങ്കാളിത്തവും ഉണ്ടായാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. കോർപ്പറേഷൻ്റെ മാത്രം ചുമതലയല്ല, എന്നാൽ കോർപ്പറേഷനും ചുമതലയുണ്ട്. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി കോർപ്പറേഷൻ നടപ്പാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ശരാശരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചവറ് പൂർണ്ണമായി സംസ്കരിക്കാൻ കഴിയുന്നില്ല. ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങളുണ്ട്, ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങളുണ്ട്, വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളുണ്ട്, മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഖരമാലിന്യങ്ങളെല്ലാം ഇപ്പോൾ ഒന്നിച്ച് ചേർത്ത് സംസ്കരിക്കുന്ന ഒരു അശാസ്ത്രീയ മാതൃകയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് മാറണം. ശാസ്ത്രീയമായി ഈ ചപ്പുചവറുകളെ സംസ്കരിക്കണമെങ്കിൽ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ അത് വേർതിരിച്ച് ശേഖരിച്ച് സംസ്കരിക്കാൻ കഴിയും. അങ്ങനെ വേർതിരിച്ച് ശേഖരിക്കുന്നതിനാവശ്യമായ ഒരു സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുവഴി കനേഡിയൻ ടെക്നോളജി ബോംബെയിൽ നടപ്പാക്കിയതുപോലെ കൊച്ചിയിലും നടപ്പാക്കാൻ കഴിയും. വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന 60 ടൺ വേസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റികൾ വഴി ബിൻ സിസ്റ്റത്തിൽ സംസ്കരിക്കുന്നതിനുള്ള കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. ഒരു വീട്ടിൽ നിന്ന് ഏറ്റവും കൂടിയത് ഒരു ദിവസം 2 കിലോ കമ്പോസ്റ്റബിൾ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കണക്കാക്കിയാൽ 60 ടൺ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് 30,000 വീടുകൾ എന്ന് കാണാം. 30,000 വീടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റിനെ 150 വീടുകളുള്ള ഹൗസിംഗ് യൂണിറ്റുകൾ ആയി തിരിച്ചാൽ 200 യൂണിറ്റുകൾ ഉള്ളതായി കാണാം. ഒരു യൂണിറ്റിന് 2 ബിൻ ആവശ്യമായതിനാൽ 400 ബിൻ നിർമ്മിക്കേണ്ടി വരും. ഇത്രയും ബിൻ നിർമ്മിക്കാൻ കോർപ്പറേഷന് ചിലവ് 7,000 രൂപ വച്ച് 28 ലക്ഷം രൂപയായിരിക്കും. ഒരു ബിന്നിന് 7,000 രൂപ വെച്ച് കണക്കാക്കി കോർപ്പറേഷൻ ഇപ്പോൾ വർഷം തോറും ചിലവഴിക്കുന്ന തുകയും ഈ പദ്ധതിയുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇത്തരത്തിലുള്ള 400 ബിന്നുകളിൽ സംസ്കരിക്കപ്പെടുന്നത് 60 ടൺ വേസ്റ്റാണ്. ഒരു ദിവസം 300 ടണ്ണിന് വർഷത്തിൽ 15 കോടി ചിലവഴിക്കുന്ന കോർപ്പറേഷൻ അതിൻ്റെ 1/5 60 ടണ്ണിന് വേണ്ടി ഒരു വർഷത്തിൽ 3 കോടി എല്ലാ വർഷവും ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ 28 ലക്ഷം രൂപ മാത്രം ചിലവഴിച്ച് ഒരു വർഷം കൊണ്ട് ബിൻ സിസ്റ്റം നടപ്പിലാക്കുക വഴി കോർപ്പറേഷന്
വർഷത്തിൽ 3 കോടി രൂപ ലാഭിക്കാൻ കഴിയും. അതോടെ റോഡുകളിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്ന പ്രവണത കുറയുകയും ചെയ്യും. നാം അരുത് എന്ന് സമൂഹത്തോട് പറയുമ്പോൾ പിന്നെ എന്ത് എന്നുകൂടി പറഞ്ഞു കൊടുക്കണം. ഇവിടെയാണ് കമ്പോസ്റ്റിംഗ് സാധ്യത നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ദിനംപ്രതി 60 ടൺ വേസ്റ്റ് സംസ്കരിക്കാനുള്ള ബാക്ടീരിയൽ കൾച്ചറിന് സബ്സിഡറി റേറ്റിൽ എർത്ത് ക്രോപ്പ് ബയോ ഫെർട്ടിലൈസേഴ്സ് ലിറ്ററിന് 300 രൂപ നിരക്കിൽ സപ്ലൈ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. 1 ലിറ്റർ ബാക്ടീരിയൽ കൾച്ചർ ഉപയോഗിച്ച് 2 ടൺ സംസ്കരിക്കാവുന്നതുകൊണ്ട് കോർപ്പറേഷന് ചിലവ് 2 ടണ്ണിന് ദിനംപ്രതി 300 രൂപ മാത്രമാണ്. ഒരു ദിവസം ബാക്ടീരിയൽ കൾച്ചർ ഉപയോഗിക്കുന്നതിന് കോർപ്പറേഷൻ ചെലവിടേണ്ടത് 60 ടണ്ണിന് 9,000 രൂപ എന്ന നിരക്കിലാണ്. ഇത്തരത്തിൽ 365 ദിവസം കോർപ്പറേഷൻ്റെ ബാധ്യത 33 ലക്ഷം രൂപയോളം മാത്രമായിരിക്കും. വർഷത്തിൽ ഈ മേഖലയിൽ കോർപ്പറേഷൻ ചെലവിടുന്ന 3 കോടി രൂപയ്ക്ക് പകരം 33 ലക്ഷം രൂപ ചെലവിട്ട് ഹൗസിംഗ് സൊസൈറ്റികളിലെ വേസ്റ്റ് സംസ്കരണം നടത്താവുന്നതാണ്. തന്നെയുമല്ല, ഈ ഇനത്തിൽ 2 കോടി 67 ലക്ഷം രൂപയോളം കോർപ്പറേഷന് ലാഭിക്കുകയും ചെയ്യാം. റീസൈക്ലബിൾ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന നോൺ ഡികമ്പോസ്റ്റബിൾ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യുന്നതിന് ട്രാൻസിറ്റ് ഷെഡുകൾ നിർമ്മിച്ച് ശേഖരിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ശേഖരിക്കുന്ന റീസൈക്ലബിൾ മെറ്റീരിയൽസിനെ പ്രത്യേക ബിന്നുകളിലാക്കി ശേഖരിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുത്താൽ കോർപ്പറേഷൻ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിരുന്നുകൊണ്ട് അവയിൽ ശേഖരിക്കുന്ന റീസൈക്കിൾ വേസ്റ്റ് ഓപ്ഷൻ ചെയ്തു കൊടുക്കുക വഴി ആ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിൽ നിന്നും വരുമാനം ഉണ്ടാക്കുവാനും സാധിക്കും. 40% ഡീകമ്പോസബിൾ വേസ്റ്റിൽ ബാലൻസ് വരുന്ന 60 ടണ്ണിനെ കമ്പോസ്റ്റാക്കാൻ 1 കിലോ വേസ്റ്റിന് 30 പൈസ എന്ന നിരക്കിൽ കമ്പോസ്റ്റിംഗ് ഏറ്റെടുക്കാൻ എർത്ത് ക്രോപ്പ് ബയോ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് തയ്യാറാണ്. കോർപ്പറേഷൻ അതിനുവേണ്ട പ്ലാന്റ് നിർമ്മിച്ച് നൽകണമെന്ന് മാത്രം. അതിനുവേണ്ടി വരുന്ന ചിലവ് താഴെ പ്രകാരമായിരിക്കും. 60 ടൺ വേസ്റ്റ് കളക്റ്റീവ് പ്രോസസ്സ് വഴി കമ്പോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ലാൻഡ് 3 ഏക്കറാണ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് 60 ലക്ഷം രൂപയോളം ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. റണ്ണിംഗ് എക്സ്പെൻസ് 60 ടണ്ണിന് ടണ്ണൊന്നിന് 300 രൂപ വെച്ച് കണക്കാക്കിയാൽ ഒരു ദിവസത്തേക്ക് 18,000 രൂപയായി കണക്കാക്കാം. 365 ദിവസത്തേക്ക് 65,70,000 രൂപയോളം ഈ ഇനത്തിൽ കോർപ്പറേഷൻ ചെലവിട്ടാൽ മതി. ഇപ്പോൾ 60 ടൺ വിനാശകരമായ രീതിയിൽ ഡംപിംഗ് ചെയ്യുന്നതിന് ചെലവ് 3 കോടി. എന്നാൽ പ്രത്യേകം ബിന്നുകളിലാക്കി സ്റ്റോർ ചെയ്യുന്ന വേസ്റ്റ് ഇവിടെ അഡീഷണൽ ചെലവ് ട്രാൻസ്പോർട്ടിംഗ് മാത്രം. ഈ ചെലവ് റീസൈക്കിൾ മെറ്റീരിയൽ ശരിയായി സൂക്ഷിച്ച് ലേലം ചെയ്യുന്നതിലൂടെ കോർപ്പറേഷന് ലാഭിക്കാൻ സാധിക്കും. കോർപ്പറേഷൻ മൊത്തമായി ചെലവിടുന്ന 15 കോടി രൂപയിൽ നിന്ന് കമ്പോസ്റ്റബിൾ വേസ്റ്റിന് വേണ്ടി ചെലവിടുന്ന 6 കോടി രൂപ മാറ്റി നിർത്തിയാൽ ബാലൻസ് വരുന്ന 9 കോടി രൂപയും ചെലവിടുന്നത് റീസൈക്കിൾ മെറ്റീരിയലിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങിനും ഡംപിങ്ങിനുമാണല്ലോ. റീസൈക്കിളിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യുക വഴി അത് ഓപ്ഷൻ ചെയ്ത് കൊടുക്കുകയും അതുകൊണ്ട് കോർപ്പറേഷൻ അതിനുവേണ്ടി ചെലവ് ചെയ്യുന്ന പൈസ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. കൂടാതെ 3 കോടി രൂപ വെറ്റ് വേസ്റ്റിന് ചെലവഴിക്കുന്നിടത്ത് കോർപ്പറേഷൻ സംസ്കരണത്തിന് ചെലവിടുന്നത് ഒരു വർഷത്തിൽ 66 ലക്ഷം രൂപ മാത്രമാണ്. ഇവിടെ പ്രസക്തമായ ഒന്നുണ്ട്. ഈ പദ്ധതി നടപ്പാക്കാൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ മാനസികമായും സാമ്പത്തികമായും സഹായിക്കാൻ സന്നദ്ധ സംഘടനകളും മാധ്യമങ്ങളും തുറന്ന മനസ്സോടെ സമയബന്ധിതമായി സമൂഹത്തിൻ്റെ ആവശ്യമായി കണക്കിലെടുത്ത് പ്രവർത്തിക്കണം. ഞാൻ ജോസഫ്, ഹൈടെക് ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നമ്മുടെ കൊച്ചു കേരളം ഇന്ന് അഭിമാനിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന്. എന്നാൽ നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ ഹരിത കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ കോഴിക്കോടും ഞെളിയമ്പറമ്പിലും തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിലും നമുക്ക് കാണാം കോടികൾ മുടക്കി നാം ചപ്പുചവറ് കൂമ്പാരങ്ങൾ അവിടെ നിറയ്ക്കുകയാണ്. കോടികൾ മുടക്കി ലക്ഷക്കണക്കിന് ടൺ സാധനങ്ങൾ വേസ്റ്റ് കൂമ്പാരങ്ങൾ കൊണ്ടുപോയി ഇടുന്നതുകൊണ്ട് നല്ല ഹൈജീനിക്കായി ജീവിച്ചിരുന്ന ഗ്രാമപ്രദേശങ്ങളെ പോലും ഇന്ന് നമുക്ക്
വെറും ചണ്ടി കൂമ്പാരങ്ങളായി കാണാൻ സാധിക്കും. ഈ പ്രതിസന്ധിക്ക് കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കോഴിക്കോടുള്ളവർ പറയും കോഴിക്കോട് കോർപ്പറേഷനാണ്, തിരുവനന്തപുരത്തുള്ളവർ പറയും തിരുവനന്തപുരം കോർപ്പറേഷനാണെന്ന്. സത്യത്തിൽ ഈ ഭരണാധികാരികൾ മാത്രമാണോ ഇതിന് ഉത്തരവാദികളെന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വേസ്റ്റ് നിരത്തുകളിൽ വലിച്ചെറിയുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ മാത്രമല്ല, അല്ലെങ്കിൽ അവരല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. പൗരൻ്റെ ധർമ്മം നാം ജീവിക്കുന്ന അന്തരീക്ഷം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ എത്ര കണ്ടുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ വലിയ യൂണിറ്റുകൾ വച്ചിട്ട് നമ്മുടെ വേസ്റ്റിന് നമുക്ക് യാതൊന്ന് കാരണവശാലും സെഗ്രിഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനോ സാധ്യമാകുകയില്ല. ഈ വലിയ യൂണിറ്റുകളിൽ അതിനുവേണ്ടി മുതൽ മുടക്കിയിരിക്കുന്ന വൻ തുകകളിൽ 90% കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ യൂണിറ്റുകളിൽ ചെല്ലുന്ന വേസ്റ്റിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആവശ്യം സെഗ്രിഗേഷൻ അല്ല. സെഗ്രിഗേഷൻ ശരിയായി നടപ്പിലാക്കേണ്ടത് നമ്മുടെ വീടുകളിലാണ്. യഥാർത്ഥത്തിൽ സെഗ്രിഗേഷനാണോ ആവശ്യം, സെപ്പറേഷനാണോ ആവശ്യം എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. പലരും പറയും നമ്മുടെ വേസ്റ്റ് റോഡിലേക്ക് ഇട്ടാൽ അല്ലെങ്കിൽ കളക്ഷൻ വരുന്ന വീടുകളിൽ കളക്ഷൻ വരുന്ന ആളുകൾക്ക് കൊടുത്താൽ എന്തുകൊണ്ട് അവർക്കത് സെഗ്രിഗേറ്റ് ചെയ്ത് കൂടാ? ഒരിക്കൽ മിക്സ് ചെയ്ത് പോയ വേസ്റ്റ് യാതൊരു കാരണവശാലും ഡ്രൈ വേസ്റ്റ് എന്നോ വെറ്റ് വേസ്റ്റ് എന്നോ തരംതിരിക്കാൻ സാധിക്കില്ല. ഡീകമ്പോസബിൾ വേസ്റ്റും ഡ്രൈ വേസ്റ്റും തരംതിരിച്ചാൽ നമുക്കത് വെറ്റ് വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനും ഡ്രൈ വേസ്റ്റിനെ റീസൈക്ലിംഗ് ചെയ്യുന്നതിനും ഇന്ന് ആധുനിക ലോകത്ത് ധാരാളം സൗകര്യങ്ങളുണ്ട്. ടയറിനെ നമുക്ക് റീക്ലെയിം ആക്കാം, കുപ്പിച്ചില്ലുകളെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് വീണ്ടും അതിനെ കുപ്പികളാക്കാനോ ചില്ലുകളാക്കാനോ സാധിക്കും. പ്ലാസ്റ്റിക്കിനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം. എന്നാൽ ഇതെല്ലാം മിക്സ് ചെയ്ത് രണ്ടിനും ഉപകാരമില്ലാത്ത രീതിയിൽ, കമ്പോസ്റ്റിനും സാധിക്കില്ല, റീസൈക്ലിംഗ് സാധിക്കില്ലാത്ത രീതിയിൽ റോഡിലേക്ക് എറിഞ്ഞ് നിരത്തുകൾ നടക്കാനും വണ്ടികൾ ഓടാനും ഉള്ളതല്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മാറി പൗരൻ്റെ ധർമ്മം നാം ജീവിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഇന്ന് ശാസ്ത്രം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെറ്റ് വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ആധുനിക ലോകത്ത് കനേഡിയൻ ടെക്നോളജി ഇന്ന് നമുക്ക് നിലവിലുണ്ട്. ഡീസെൻട്രലൈസ്ഡ് പ്ലാന്റുകൾ വഴി വീടുകളിലും അതുപോലെ തന്നെ ഹൗസിംഗ് സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ റോഡ് സൈഡിലും യാതൊരു വിധത്തിലുള്ള സ്മെല്ലോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഈ പദ്ധതി ബയോ ട്രിഗർ മെക്കാനിസം എന്ന കനേഡിയൻ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമെന്നത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ജൂൺ 12 നമ്മുടെ കൊച്ചു കേരളത്തിൽ എറണാകുളത്ത് തിരക്കേറിയ വെജിറ്റബിൾ മാർക്കറ്റിൽ നമ്മൾ ഈ കനേഡിയൻ പ്രോജക്റ്റ് പരീക്ഷിച്ചു. അത് എറണാകുളത്ത് നമ്മുടെ ആരാധ്യനായ മേയർ ദിനേശ് മണിയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് എറണാകുളത്തെ തിരക്കേറിയ മാർക്കറ്റിൽ തന്നെ അത് പരീക്ഷിക്കുകയും അവിടെ ഈ 27 അത് വിജയകരമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ഈ നടപടിയെപ്പറ്റി, ഈ പദ്ധതിയെപ്പറ്റി അതിൻ്റെ എർത്ത് കോർപ്പ് ബയോ ഫെർട്ടിലൈസേഴ്സ് ബോംബെ എന്ന സ്ഥാപനത്തിലാണ് ഈ ബയോ ട്രിഗർ മെക്കാനിസത്തിൻ്റെ കൾച്ചേർഡ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നത്. അവരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ കെ ശാന്താറാം പൈ നമ്മുടെ മുൻപിലുണ്ട്. സർ, ലെറ്റ് മീ നോ ദറ്റ് what is this composting? Before answering your question of composting, I would like to give a message to the countrymen. Yes. Don't waste your wet waste, compost them. It will be a farmers friendly and farmers wealth which we are destroying it. Better compost them. Now coming to the point, what is composting? The composting has been going on for the years. The microbial compost, microbes have been there before the human beings came into this earth. So the same natural composting is triggered by a cultured bacteria from the soil, which we have got the technical know-how from Earth Corp Environmental Limited, Canada,
we have cultured it, and the assemblage of liquid bacteria in that BTM does the job. It is natural composting, natural process, but it is triggered. The army of bacteria are plenty in 1 milliliter to the 10 to the power of 7 to 8. That does the job. Okay. Compost is nothing but breaking of organic matters in the biodegradable waste, which converts into a fertile organic manure, which is farmers friendly. So why to compost, and what all items can be composted? Coming to the point, why to compost? We have been using the inorganic fertilizer by which we have converted our soil into a saline without having the microbial activities. Soil needs for the plant growth microbial activities, which has been vanished due to the chemical reaction. Hence, composting is required very much today, so that we can feed back the microbes to the soil, that is its original house, by which we will be able to definitely get a better yield. The farmers friendly, farmers will be happy, and the organic manure will give the humus percentage required, which is the original 6%, which will be definitely enrich the soil, condition the soil, and the sandy and clay soil will be conditioned to a humus fertile soil of the original soil of our country. So like which all substances can be done and bring into composting system? The biodegradable waste includes all the wet garbages such as dry leaves, grass clippings, kitchen waste, kitchen food waste, including veg, non-veg, excepting the bones. All these can, the flowers, you name the biodegradable waste, that can all be included in composting process. But how to do it, sir? That in the houses, so that can be done. It is nowadays that what is happening is the waste is loading, transferring from the house to through a collection agent, and it is going to the this road, or it is going to a bin, and from there it is forwarding. How to compost it, these items? Yes, you are right in stating that presently we are following a system which is not natural friendly, nature's friendly thing. We are collecting the entire garbage created by us, taking to a place of dumping and using as a dump site. We are throwing it there, by which we are inviting the pathogens which are being housed there for the year, for a long period. The pathogens come with the diseases back to us. So the best way is to compost the biodegradable waste at the generating source, that is at the house level, street level, ward level, and finish off the wet waste into a humus substance, that is organic manure, which can be done in residential societies. Now we have started in Mumbai. Every lane, maybe 10-15 societies are there, they join together and have a bin system, and they segregate the waste. It is not segregation, it is separating the waste at the level of origin itself. Segregation comes when you mix it and then you segregate, whereas here it is not so. It is separation of the waste at the original creation site, that is at the household level itself. The people are to be educated that you keep the dry waste in a different basket, wet waste in a different basket. The wet waste and dry waste are collected together by the worker. Whoever does the job as on date, he will be collecting it and he will be putting the wet waste into the bin, which can be put on the stormwater drain outside on the roadside. And entire lane, all the societies join together. Nearly 250 families can join together and put their wet waste into a bin of 2 meter by 1 meter by 1 meter size. Go on putting for 15 days in one bin, have two bins, and you start on the 16th day till the 30th day on the second bin. By the time the 31st day, the first bin will be a beautiful humus compost, which can be used by the societies for enriching their soil in the pot, or increasing their greenery
of the lane. The lane side on the stormwater drain, they can put the flower pots and use this compost at that particular place. By doing this, the municipal corporation will be saved of their transportation cost, transporting the garbage from the every lane, every societies to the landfill site. That is one advantage. Secondly, now hotel and bigger vegetable markets and all those things what we have in the city, you can collect those wastages to a nearest point, having 1 or 2 acres land, and you can convert in the windrow system what you have been seeing in the city. You can have the windrows, put the entire hotel and vegetable waste and shred the thing to pieces and spray the BTM over the top of it, 1 liter to 4 tons of garbage, and within 15 days you have a humus substance which is farmers friendly, which has been tested in the agricultural universities and found that that is nothing like this. It is much better than what we get in the market, Sufala, urea, that NPK, which doesn't have the microbes. Not only doesn't have the microbes, it spoils the microbes in the soil. So this is going to be the future of our country. What was there earlier, which we have got to revive our soil back to the original soil of ours. So, sir, you are telling that the bacteria, you are triggering the bacteria and all these things. How we will come to know that this bacteria which is coming, whether you are importing this bacteria from Canada, and are you going to make a problem to our state there, because this is an imported bacteria or what? No, this is the technology is imported. Earth Crop Environment Limited, Canada, they have given us the technology. We are cultivating, we are culturing these bacteria from our own soil. Our own soil, we have got the technical know-how, how to culture. The BTM contains Clostridium, Bacillus, Pseudomonas, Enterobacter, Rhizobius. All these bacteria fixing nitrogen, carbon and sulfur, plus breaking of the organic matter. All these bacteria are involved in this culture. They are the assemblage of these bacteria in the liquid form, and this liquid is directly used also on the soil, which enriches the soil, which you have got the report from Rahuri Agriculture University. It gives a beautiful end product. The yield is almost increased to 20 to 25% of tomato and onion. So this is not at all these are all non-pathogenic bacteria, not at all harmful, which are tested. Every batch is being tested by Hafkin Institutes in Bombay, who are the state government owned laboratory. Dr. S.M. Sapatnekar, he manages this one and he sees to it that no pathogens are there. These are all non-pathogenic soil microbes. Mr. Pai, I do agree with that, but I came to know that you are studying in REC Calicut, and you are some 37 years before you are studying in REC Calicut, and then now at that time you are seen a Kerala, and now we are living in a different Kerala. Of course, we have grown, but at the same time there are a lot of problems also grown along with that. And now what we are seeing is we have been cheated, or we have been driven to a different direction by using these fertilizers and all these things. Our soil has been spoiled like anything, and all our plants are getting disease. Even you can see that you might have seen the coconuts earlier with the green leaves. Now we are seeing with the yellow leaves, and coconut shells the coconuts are seeing with the smaller ones now, and we have lost our entire crops. And these bacteria, will it create another problem to us in this Kerala? There is a reason why we are getting it tested at Rahuri Agriculture University. Whatever the product we have, the end product we have, that is the compost as well as the BTM, we are using it on the soil of Agriculture University, and they are giving the report back. The feedback what we have received from Agriculture University is fantastic. This is, as you said, I studied in REC Calicut, Chatamangalam. So I am a mechanical engineer by profession. I have got a fabrication unit and all the thing in Mumbai. This is only as a social awareness I have taken this project, and I have come over here because this soil has made me what I am today. I want to give the soil back something which was missing for last several decades. We have been cheated by the foreigners with Sufala, urea, all these NPKs. This is nothing but you can say the nitrogen, phosphorus and potassium bombs which are put inside the soil just to give a temporary relief, temporary sizing of your coconut. By doing that for a period, small period, you did get a quantity, but the quality was completely vanished.
And today you have in the coconut, it is really pathetic that to know that all the coconut trees have been attacked with some sort of virus. That is all because of the microbial deficiency in the soil, which has gone from 6% to less than 2%, which is creating all these problems. The insecticides and other things we have been using with the foreign know-how, that has created this problem not only in Kerala, all over our country. So it is high time that we educate ourselves and we educate our people. Instead of showing one finger at the corporation, the other 3 fingers are at you, because you are the generator of the waste, which has got to be treated at your place only. By doing this, we will be definitely the happiest person. Not only we, our grandchildren, children and grandchildren, they will praise us that we have taken some step ahead of others. I came to know that this can be used for our safety tank cleaning and all this. How it is working there? Can you explain to us? These are the microbes, the soil microbes, which do the natural composting. The forest and all those leaves fall down below and automatically that gets composted. You don't see that. All other soils which create the waste gets automatically composted by the microbes. So whatever our excrete or animal excrete or cow dung, all this can be composted by spraying the microbe, because microbe does the job. It's a single cell, you cannot see with your naked eye. That does the job, that eats the organic matter, and excrete of the microbes is the humus compost, which is the natural process that converts into organic matter, goes back into the soil. The other parts of the biodegradable thing, that is the gases and nitrogen, so everything goes to the atmosphere, back to the atmosphere. So that is what is happening in septic tank also. Your excrete, if it is not treated, it gets filled within no time, within 2 years. Whereas when you treat with microbe, this BTM, 1 liter per septic tank per year will see to it that your tank never gets filled for another 5 to 6 years. Because the compost, it separates the water. 80% of the biodegradable is water. 20% is only the solids. So solids get settled down at the bottom, water gets separated from the excrete, and that water goes to the sewage. So your septic tank problem can be solved. The stinking problem, for example, stinking problem comes only when you cover up the waste and don't expose it to the oxygen. Whereas here, the organic microbes break the organic matter in the biodegradable waste, thus not allowing the entire mass to create ammonia or H2S. Mr. Pai, you are telling that this bacteria is aerobic, and you are telling us to put it in the septic tank. And if it is aerobic, and you are also telling that there is oxygen is needed. Even a septic tank where the oxygen comes. Septic tank, now the sheet is there. Through that, even oxygen to go inside, it doesn't take much of a place. You have got an vent outlet, the gas outlet, and you have got the sheet through which water and everything is being pumped inside. The water also has got H2O, it has got oxygen. So these particular microbes, they don't require much of the oxygen, but you cannot seal it completely. Once you seal it completely, then it starts stinking. Whereas now these microbes go there and start acting, and they take the oxygen from the 2 openings which are there and see to it that they get oxygen and they do their job. Sir, I got a doubt that you are in the discussion with the Kochi mayor. You are telling that this can be used for reducing the activities of these mosquitoes. The mosquito population will be reduced by using this. How do you explain that? The simple reason is, mosquitoes or flies, they go and live on a still water where there is organic matter to eat. When the water is still, it gets some organic matter by which mosquitoes and all breathe in there. Once you spray this BTM on the top of the sludge or the still water, the microbes start immediately acting. Microbes start breaking the organic matter into compost and the water, clear water of the organic matter. Thus, you will not have any pathogens there. The BTM acts as an insecticide also. The microbes are so powerful. They break the organic matter and compost it, and having done that, you cannot expect any pathogens live in that still water, and the pathogens bring the malaria to you.
The pathogens are all cleared by spraying this BTM on the top of the sludge. In Canada, they are using it to clear the lagoons and algae which is formed on the top of the still water. They are just spraying the BTM and clearing it completely. Thus, we are sure that malaria can be eradicated. Wherever the still water is there, you just spray the BTM. Automatically, there should not be malaria problems. What do you think that it is? How it is cost effective in this? What I am telling is, what are the equipments needed for this, and how to do it? What is the operations? Whether you are telling that individual housing societies can be done, and houses can be done, and also they are telling that about a collective mechanism, something machinery is needed. What is the cost effectiveness that we have been seeing it Velapilshala, and we are also seeing in Calicut, Nyaliyan Parambu, that is big investments, near crores and crores of rupees has invested, and we could not. This is the taxpayers' money it has invested, and we are losing a lot of it, and now public cannot bear it because the state doesn't have that much money to spend it. How your project we can implement in Kerala? So, whatever we are doing is a foolish thing. The public should know that you mix together the dry and wet waste, then give it to a contract to somebody 30 kilometers away to segregate it by putting 5, 6 crore, 10 crores worth machineries, and then convert the organic waste into compost, really will cost you. So, what is the main thing? You have got to separate at the household level itself and treat the organic waste at the household level itself. The space and the time is money. The space required is much less because you are converting the entire organic waste within a 15 days time. Whereas whatever culture available in India does it not less than 60 days it takes. So the space and the time finally will add to your capital cost. Plus what you are doing today, that transportation cost. You are taking the material from the place of origin to a place far away. So the transportation cost is heavy, and the capital equipment which are required to separate and all those things are very costliest, and they don't have the life also. Within 5 years you have got your entire machinery will go corroded, and you have got to put the new machinery in that particular place. So thus investing again back. So that is the reason why it is a failure. No, I was asking you that what is the investment for your project? That is the reason. When we are doing in a small way on a bin system, the investment is only the bin cost. And whoever workers who are collecting the garbages from the household, one of them can turn the bin every day, and he can be paid a very low salary, and it creates a job-oriented program also. And the cost of BTM, the culture cost only will be spent by the society. Second thing, in a ward level when you are doing, the transportation cost is completely saved, first of all. That is a major saving. Second thing, all you need is a window turner to turn the entire windows every day, plus a JCB, a small JCB to put the organic matter into a window form. These are the two investment what you require, which is compared to what we are doing right now at Calicut and Trivandrum, not even 5% of the cost. At that cost, you will be able to manage your waste at the source of generation only. Can you show some of the projects what in the CD or something? You may be having some CD or something. Can you show it to us? In the CD already, the CD which has been now given to you, you can just go through. There is a window turner and also a JCB to make. These are the two units which are required. Maybe one spare whenever one gets out of order. But these JCBs can be even hired, whereas one particular window turner, what you see in the CD, that has been developed by us for this purpose only, that cannot be given on a rental or anything. You have got to buy that in individual municipal corporation. They have got to buy. They can take it from ward to ward level for 1 ward. Suppose they have got spare time, you can turn the windows into one particular ward. Take it by driving to the second ward, and you can do that, provided it is very close by, because the speed of the window turner it moves at a very slow speed. This you were telling earlier that your BTM cost 500 rupees per litre, and as you are getting a lot of governmental support and awareness campaign, government is ready to do through you.
and you can reduce it to the corporations and municipalities. It's all right that there is a doubt from our side, because it is like this product being your monopoly product. So after we start using it, do you expect that in the nearest future you have to increase the prices, or your Canadian technology supplier that he insist you that you have to increase the price? As far as price is concerned, Canadian people cannot ask us to increase also, because we give them the royalty on the sale. So there is no question of their coming into the picture for increasing the price. We, the management of Earthcrop Biofertilizer Private Limited, we have taken this project mainly on a social awareness, as a social project, not as a business. Hence, we confirm here that for a next at least 4 to 5 years, whatever the prices we fix, that as you requested that 300 rupees to be the municipal corporation, we see to it that the prices are not increased to a very big this one. Yeah. Whatever minimum increase are required, that can be worked out. That can be worked out with the corporations, and we can sign an agreement for 5 years so that the cost is kept to a particular amount. So we can expect your technical advice whenever you need it. Anytime, whenever you call us here, any corporations, any municipal corporation from Kasaragod to Trivandrum, you may call us. We will be here at your service, because we have taken this one as not a business venture. This is a social venture. So we will be always at your service. We will come, and any problem what you have in solving the waste management, we will be there with you, and we will always help you to solve the problem. It is a universal problem. Okay, thank you, Mr. President. ഇന്ന് കേരളത്തിലെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫാക്ടറി ഇവിടെ ആരംഭിച്ചു. അപ്പോൾ ആ ഫാക്ടറി ഇരിക്കുന്ന പ്രദേശത്ത് ജനങ്ങളെല്ലാം ആ ഫാക്ടറിക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി പാരിസ്ഥിതിക കുഴപ്പങ്ങളില്ലാത്ത വിധത്തിൽ ചെലവ് കുറഞ്ഞ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കേരളത്തിൽ ആവശ്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി വലിയ തുക ചിലവാക്കുന്നുണ്ടെങ്കിലും അതിനുദ്ദേശിച്ച ഫലം ഇന്ന് ലഭിക്കുന്നില്ല. ഒന്ന് വേസ്റ്റ് എവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചാലും കേരളത്തിലെ സാഹചര്യത്തിൽ അത് ജനങ്ങളുടെ വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. ഏതെങ്കിലും സ്ഥലത്ത് ഇത് പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കിയാലും അതിന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ കനേഡിയൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഈ വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനം തീർച്ചയായിട്ടും കേരളത്തിന് ഒരു അനുഗ്രഹമായിരിക്കും. അത് പരീക്ഷിച്ച കൊച്ചി നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം വൻ വിജയമായിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മഹാരാഷ്ട്രയിൽ ബോംബെ നഗരസഭയും ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനും അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റും ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസലിന് ഫലപ്രദമായ ഒരു സംവിധാനം ഇന്ന് രൂപം നൽകിയിട്ടുണ്ട്. കേരളത്തിനും അത് മാതൃകയാക്കാവുന്നതാണ്. കേരളത്തിന് തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹമാണ്. ഇത് വളരെയേറെ ഫലപ്രദമാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇന്ത്യയെ പോലെ ഒരു വികസ്വര രാഷ്ട്രം അത് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ഭവിഷ്യത്തായി ഇന്ന് നേരിടുകയാണ്. ഗവൺമെൻറ്റുകൾ വിവിധ പദ്ധതികളും പരിപാടികളും ഇതിനു വേണ്ടി ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അത് പരിപൂർണ വിജയത്തിലെത്തിക്കാൻ നമുക്കിന്ന് വരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഇതിനു വേണ്ടി വരുന്ന ഭാരിച്ച ചെലവാണ്. ഈ മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമാണ്. ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലതും സാമ്പത്തികമായി പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഈ കാലയളവിൽ ഭാരിച്ച തുക മുടക്കി ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായ സംസ്കരണ പരിപാടി ആവിഷ്കരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇനി സാമ്പത്തികമായി ഉയർന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് നടപ്പാക്കാം എന്ന് വെച്ചാൽ തന്നെ പരിപൂർണമായി വിജയം എന്ന് അവകാശപ്പെടാവുന്ന പദ്ധതികൾ നമുക്ക് രൂപീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇത് വിജയിക്കുകയാണെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒന്നായിരിക്കും.
ഇതിന് വളരെ നിസ്സാരമായ ഈ പ്രോജക്റ്റിൽ നിസ്സാരമായ കാര്യങ്ങളെ ഇതിന് ആവശ്യമായി വരുന്നുള്ളൂ. ഒന്ന് ഒരു ഏക്കർ സ്ഥലം, പിന്നെ ഒന്ന് ആവശ്യമായ ഷെഡ്, പിന്നെ ഇത് സംസ്കരിക്കുന്നതിന് സഹായിക്കുന്ന ഷെഡർ എന്ന് പറയുന്ന മെഷീനറി, പിന്നെ ഇതിൻ്റെ മുകളിൽ തളിക്കുന്ന ആ ലിക്വിഡ്, അത് ഇനാക്കുലം ആണ് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതിൻ്റെ ടെക്നോളജി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ സിമ്പിളായി കാണാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള നിലയിലാണ് ആലുവ നഗരസഭയിൽ ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. വേസ്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇത് വേർതിരിച്ച് കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം ജനങ്ങൾ ഉണ്ടാക്കിയാൽ കുറേ കൂടി എളുപ്പത്തിൽ ഈ പ്രക്രിയ നടത്താൻ കഴിയും. ഏതായാലും ഇതൊരു പരീക്ഷണമാണ്. ഇതിനോടുകൂടി ജനങ്ങൾ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൺമറഞ്ഞ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരുടെ ചില ചിന്തകൾ ഞാനിവിടെ നിങ്ങളുടെ ഓർമ്മയ്ക്കായി, ചിന്തയ്ക്കായി അവതരിപ്പിക്കുകയാണ്. ഒരു ജനത അവരറിയിക്കുന്ന സർക്കാരിനാൽ ഭരിക്കപ്പെടും. എൻ്റെ സന്ദേശം എൻ്റെ കർമ്മങ്ങളിൽ നിന്നും നിങ്ങൾ കണ്ടെത്തണം. നാം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആദ്യപടി തുടങ്ങേണ്ടത് ഇന്നല്ല, ഇപ്പോൾ തന്നെയാണ്. നമ്മുടെ ഒരു വിരൽ സമൂഹത്തിന് നേരെ ചൂണ്ടുമ്പോൾ മറക്കേണ്ട 3 വിരലുകൾ നമുക്ക് നേരെയും പ്രധാന വിരൽ അന്തം വിട്ട് മാനം നോക്കി സൃഷ്ടാവിനെ നോക്കി കരയുകയുമാണ്. അതെ, നമ്മുടെ പ്രധാന വിരലുകൾ പൂർവികർ, കേരളാമ്പ എല്ലാം കേഴുകയാണ്. നമ്മുടെ ചൂണ്ടുവിരൽ നമ്മിലേക്ക് തന്നെ തിരിയട്ടെ. പൗരൻ പൗരധർമ്മം നിറവേറ്റട്ടെ. അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റട്ടെ. മാധ്യമങ്ങൾ നല്ല വാർത്തകൾ, പ്രോത്സാഹജനകങ്ങളായ വാർത്തകൾ പ്രചരിപ്പിക്കട്ടെ. സമൂഹ മനസാക്ഷി ഉണരട്ടെ. നമുക്കൊന്ന് ചേർന്ന് വീണ്ടും പാടാം. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര. അതെ, കേരളാമ്പയുടെ പച്ച പരവതാനി നിലനിർത്താൻ നമുക്കൊന്നു ചേരാം. നിൽക്കൂ, ഒന്ന് ചിന്തിക്കൂ.